നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ മഹാനായ ശാസ്ത്രജ്ഞനായ ഗലീലിയോയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഗലീലിയോ എങ്ങനെയാണ് ഒരു ശാസ്ത്രജ്ഞനായി മാറിയതെന്നും അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നും നമുക്ക് ഈ പാഠത്തിൽ മനസ്സിലാക്കാം. പാഠം ഗലീലിയോ. ആമുഖം. ഏകദേശം 400 വർഷങ്ങൾക്കു മുൻപ് ഇറ്റലിയിൽ നടന്ന ഒരു കഥയാണിത്. ഒരു പൗർണമി രാത്രിയിൽ 12 വയസ്സുകാരനായ ഒരു ബാലൻ ചന്ദ്രനെ നോക്കി ഒരു കുന്നിൻ മുകളിലേക്ക് നടന്നുപോകുകയായിരുന്നു. അവൻ ചന്ദ്രനെ നോക്കി നടക്കുന്നതിനിടയിൽ ചന്ദ്രനും തന്നോടൊപ്പം കുന്നുകയറുന്നതായി അവന് തോന്നി. ഇതവന് വലിയ സന്തോഷം നൽകി. കുറച്ചു സമയത്തിനു ശേഷം അവൻ ചന്ദ്രനെ നോക്കി താഴേക്കിറങ്ങാൻ തുടങ്ങി. അപ്പോൾ ചന്ദ്രനും തന്നോടൊപ്പം താഴേക്കിറങ്ങുന്നതായി അവന് തോന്നി. തെളിവുകൾക്കായുള്ള അന്വേഷണം. ഇത് തന്റെ കാഴ്ചയുടെ ഒരു കളി മാത്രമാണോ, അതോ ചന്ദ്രൻ ശരിക്കും നിശ്ചലമാണോ എന്നവൻ ചിന്തിച്ചു. എന്നാൽ തെളിവുകളില്ലാതെ ഒന്നും അംഗീകരിക്കാത്തൊരു സ്വഭാവം അവനുണ്ടായിരുന്നു. ഇത് തെളിയിക്കുന്നതിനായി അവൻ തന്റെ സുഹൃത്തിനെ വിളിച്ചു. അവൻ സുഹൃത്തിനോട് കുന്നുകയറാൻ ആവശ്യപ്പെടുകയും താൻ താഴേക്കിറങ്ങുകയും ചെയ്തു. സുഹൃത്ത് കുന്നുകയറുമ്പോൾ ചന്ദ്രൻ തന്നോടൊപ്പം കയറുന്നതായി പറഞ്ഞു. അതേസമയം താഴേക്കിറങ്ങുകയായിരുന്ന അവന് ചന്ദ്രൻ തന്നോടൊപ്പം ഇറങ്ങുന്നതായും തോന്നി. ഇതിൽ നിന്ന് അവനൊരു നിഗമനത്തിലെത്തി: ചന്ദ്രൻ നിശ്ചലമാണ്. ചന്ദ്രൻ തന്നോടൊപ്പം സഞ്ചരിക്കുന്നതായി തോന്നുന്നത് നമ്മുടെ കണ്ണുകളുടെ ഒരു കളി മാത്രമാണ്. ആ കുട്ടിയായിരുന്നു ഗലീലിയോ. ശാസ്ത്രജ്ഞനാകാനുള്ള ആഗ്രഹം. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ഗലീലിയോയുടെ പിതാവ് അവനെ ഡോക്ടറാകാൻ വേണ്ടി പഠനത്തിനയച്ചു. എന്നാൽ ഗലീലിയോയ്ക്ക് ഒരു ശാസ്ത്രജ്ഞനാകാനായിരുന്നു ആഗ്രഹം. പിതാവ് ശാസിച്ചപ്പോൾ ഗലീലിയോ വളരെ നിഷ്കളങ്കമായി ചോദിച്ചു: സത്യം പറയുന്നതിനും നിലനിർത്തുന്നതിനും ദൈവത്തെപ്പോലും ഭയപ്പെടരുതെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? എനിക്കൊരു ശാസ്ത്രജ്ഞനാകാനാണ് ആഗ്രഹമെങ്കിൽ ഞാൻ എന്തിനു ശാസ്ത്രം പഠിക്കരുത്? നിങ്ങൾ ദൈവത്തെക്കാൾ വലിയവനാണോ? ഇത് കേട്ട് കോപിക്കുന്നതിനു പകരം പിതാവ് സന്തോഷിച്ചു. ഇങ്ങനെയൊന്ന് കേൾക്കാനാണ് താൻ ആഗ്രഹിച്ചതെന്നും ഈ മനോഭാവം എന്നും നിലനിർത്തണമെന്നും പിതാവ് അവനോട് പറഞ്ഞു. ശാസ്ത്രപരീക്ഷണങ്ങൾ. ഒരു ദിവസം പള്ളിയിൽ പ്രഭാഷണം കേൾക്കുന്നതിനിടയിൽ ഗലീലിയോയുടെ ശ്രദ്ധ ഒരു തൂക്കുവിളക്കിൽ പതിഞ്ഞു. അത് ഒരേ താളത്തിലാടുന്നതായി അവൻ കണ്ടു. ആ കാലഘട്ടത്തിൽ ക്ലോക്കുകൾ ഉണ്ടായിരുന്നില്ല. കുറച്ചു ദിവസങ്ങൾക്കു മുൻപ് പനി പിടിച്ചപ്പോൾ തന്റെ പൾസ് വേഗത്തിൽ മിടിക്കുന്നത് അവൻ ഓർത്തു. ഇപ്പോൾ പനി ഭേദമായതുകൊണ്ട് പൾസ് സാധാരണ നിലയിലായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു. പൾസ് ഒരു ക്ലോക്കായി ഉപയോഗിക്കാമെന്ന് അവന് മനസ്സിലായി. തന്റെ നിഗമനം ശരിയാണെന്ന് അവൻ കണ്ടെത്തി. ഈ കണ്ടെത്തലിൽ സന്തോഷിച്ച് അവൻ തന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. അവൻ ഒരു കയറും ഇരുമ്പ്, പിച്ചള, ഈയം തുടങ്ങിയ പലതരം ലോഹഗോളങ്ങളും ഉപയോഗിച്ച് പെൻഡുലങ്ങൾ ഉണ്ടാക്കി. പലതരം പരീക്ഷണങ്ങളിലൂടെ അവൻ കണ്ടെത്തിയത് ഇതായിരുന്നു: ഏത് ലോഹം ഉപയോഗിച്ചാലും പെൻഡുലം ആടുന്നതിനെടുക്കുന്ന സമയം ഒരുപോലെയായിരിക്കും. എന്നാൽ കയറിന്റെ നീളം കൂട്ടുമ്പോൾ പെൻഡുലം ആടുന്ന സമയം കൂടുകയും നീളം കുറയ്ക്കുമ്പോൾ സമയം കുറയുകയും ചെയ്യും. ക്ലോക്കുകൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഗലീലിയോ പെൻഡുലത്തിന്റെ ഈ നിയമങ്ങൾ കണ്ടെത്തി. ഇന്ന് ലോകത്തിലെ എല്ലാ ക്ലോക്കുകളും പെൻഡുലത്തിന്റെ ഈ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഗലീലിയോയുടെ സംഭാവനകൾ. ഈ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗലീലിയോ പറഞ്ഞു: ശാസ്ത്രമെന്നാൽ പരീക്ഷണമാണ്. പരീക്ഷണ സമയത്ത് അളക്കാനോ തൂക്കാനോ എണ്ണാനോ സാധിക്കാത്ത ഒരു കാര്യവും ശാസ്ത്രമല്ലെന്നും അദ്ദേഹം വാദിച്ചു. ഗലീലിയോ ആദ്യമായി ശാസ്ത്രത്തിൽ കണക്ക് വ്യാപകമായി ഉപയോഗിച്ചു. അതുകൊണ്ടുതന്നെ ആളുകൾ അദ്ദേഹത്തെ ഗലീലിയോ കണക്കുകാരൻ എന്ന് വിളിച്ചു. ഗലീലിയോ പിന്നീട് ടെലസ്കോപ്പ് ഉൾപ്പെടെ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തി. പരീക്ഷണങ്ങൾക്കും കണക്കിനും ശാസ്ത്രത്തിൽ ശരിയായ സ്ഥാനം നൽകിയ ഗലീലിയോ ആധുനിക ശാസ്ത്രത്തിന് തുടക്കമിട്ടു.